ഹലോ, ഞാൻ റിജൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സേഫ്റ്റി മാനുവൽ 2023 എന്നുള്ള ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ 36 എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ സിലബസിനെ കുറിച്ച് പറയാണ്. നമ്മുടെ ഈ ബുക്ക് ശരിക്കും ദ പേഴ്സൺ സേഫ്റ്റി മാനുവൽ 2023 ബുക്ക് അല്ല. ദ പേഴ്സൺ സേഫ്റ്റി മാനുവൽ 2030 വാങ്ങിച്ച ബുക്ക് ആയതുകൊണ്ട് പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ദ പേഴ്സൺ CSCT മാനുവൽ 2023-24 ആയിട്ടുള്ള UPSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഫോളോ ചെയ്ത് പഠിക്കണം. ഒരിക്കലും ദ പേഴ്സൺ CSCT മാനുവൽ 2030 എന്നുള്ള ഈ സിലബസ് അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം CSCT എക്സാമൊക്കെ നമ്മൾ എന്താ പറയുക, പരാജയത്തിലോട്ട് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ സിലബസിനെ കുറിച്ച് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞു വെച്ചാൽ ബുക്ക് ദ പേഴ്സൺ CSCT മാനുവൽ 2030 ബുക്ക് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയതിനെ പറയാതെ പറ്റില്ല. അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കറണ്ട് കാലഘട്ടം 2023 ആയതുകൊണ്ടാണ് നമ്മൾ ദ പേഴ്സൺ CSCT മാനുവൽ 2023 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. പിന്നെ ഫാൻ്റെ കാര്യമാണ്. നമ്മുടെ റൂമിൻ്റെ അകത്ത് ഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാൻ്റെ സൗണ്ട് ശരിക്കും നമ്മുടെ വീഡിയോയിൽ നിന്ന് ശരിക്കും നമ്മൾ മുന്നിട്ട് നിൽക്കേണ്ടെന്ന് തന്നെ പറയാം വീഡിയോയിൽ, ഫാൻ്റെ സൗണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആത്മാർത്ഥത്തോട് ക്ഷമ ചോദിക്കണം. നമുക്കതും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെ ഈ വീഡിയോസിലും പറയുന്നത്. അപ്പോൾ നിങ്ങളത് ദയവേത് ക്ഷമിക്കുക. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്ന തന്നെ ഫാൻ്റെ സൗണ്ടൊക്കെ വരുമ്പോൾ. കാരണം ഹെഡ്ഫോൺ ഉപയോഗിച്ച് ദയവേത് വീഡിയോ കേൾക്കരുതെന്നും ഞാൻ പറയണത്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓൾറെഡി ഈ ഫാൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടുള്ള ഫാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് തന്നെ പറയാം. പല രീതിയിലും നമ്മൾ എന്താ പറയുക, വീഡിയോ എഡിറ്റർ വെച്ചൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കിയപ്പോഴൊന്നും ഇതിലൊരു മാറ്റവും വരുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പം വീഡിയോ എഡിറ്റർ വെച്ചൊക്കെ ചെയ്തിട്ടും ഫാൻ്റെ സൗണ്ടിനൊന്നും നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ നമ്മൾ ചെയ്യാൻ നോക്കി, പക്ഷെ കാര്യമൊന്നുമില്ല. അപ്പം ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയേണ്ട അവസ്ഥ തന്നെ നിലനിൽക്കുന്നത്, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക. അപ്പം ഞാൻ സിലബസ് ദ പേഴ്സൺ CSCT മാനുവൽ 2023 സിലബസ് നോക്കിയിരുന്നു. അപ്പോൾ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, പേപ്പർ 2 ജനറൽ സ്റ്റഡീസ് നെറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ പറയണം. അത് കറക്റ്റ് ആണെന്നൊന്നുമില്ല. കറക്റ്റ് ആണെങ്കിൽ അത് നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ദയവേത്. അപ്പോൾ പേപ്പർ 1 ജനറൽ സ്റ്റഡീസും പേപ്പർ 2 ജനറൽ സ്റ്റഡീസിനാണ് ദ പേഴ്സൺ CSCT മാനുവൽ 2023 സിലബസ് നെറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ പുതിയ ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒക്കെ വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയണമെന്നുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ പേഴ്സൺ CSCT മാനുവൽ 2023 ബുക്ക് അല്ല ഈ ബുക്ക് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക, ദ പേഴ്സൺ CSCT മാനുവൽ ദ പേഴ്സൺ CSCT മാനുവൽ 2030 എന്നുള്ള ബുക്ക് എന്നുള്ളത് മനസ്സിൽ സൂക്ഷിക്കുക. അതൊരിക്കലും മറന്നു പോകരുത്. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഇത് ഒരുപാട് പഠിക്കാനുള്ള CSCT എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടിയും വരുന്നത്. അപ്പോൾ അത്ര നമുക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CSCT മാനുവൽ 2030 സിലബസ് അനുസരിച്ച് CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ സെക്കൻഡ് ചാപ്റ്റർ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് ആണ്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്, അതും കൂടി ഞാൻ പറയണത്. ഒന്ന് ക്യാമറയുടെ ക്ലാരിറ്റി, ചില ഭാഗങ്ങളിൽ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിനും കൂടി നമ്മൾ ക്ഷമ ചോദിക്കണം. ദയവേത് ക്ഷമിക്കുക. കാരണം നമുക്ക് വേറെ മാർഗ്ഗമില്ല. കാരണം ഈ ഫോണിന് ഇത്രയും ക്ലാരിറ്റിയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞില്ല, CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് 2013 സിലബസ് അനുസരിച്ച് ദ പേഴ്സൺ CSCT മാനുവൽ 2030 സിലബസ് അനുസരിച്ച് CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് അത് നമുക്ക് പിന്നെ പറയാം. അതിന് മുന്നേ ഈ ചാപ്റ്ററും നമുക്ക് പറയാം. കംപ്ലീറ്റ് CSCT പ്രിപ്പറേഷൻ ഓൾ ഇൻ 1 ബുക്ക് ടോപ്സ് ദ പേഴ്സൺ CSCT മാനുവൽ 2023 എഡ്ഗാർ തോർപ്പ്, ഷോവിക് തോർപ്പ്, സിവിൽ സർവീസ് അപ് ടു ടെസ്റ്റ് ഫോർ ദ UP സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ, full and exclusive coverage of paper 1 general studies, paper 2 general studies person, contents about 30 pages of colored maps. ഇനി നമുക്ക് സെക്കൻഡ് CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലേക്ക്
പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് സെക്കൻഡ് ചാപ്റ്റർ CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ, അതിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം കേട്ടോ പറയുന്നത്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ബ്രാക്കറ്റ് 100 ഇയർ ടൈം ഹോറിസോൺ, പിന്നെ കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ പറയും. പിന്നെ നമ്മൾ പറഞ്ഞത് ഗ്ലോബൽ കോർപ്പറേഷൻ ടു റെഡ്യൂസ് GST എമിഷൻസ്, പിന്നെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ബ്രാക്കറ്റ് 100 ടൈം ഹോറിസോൺ, പിന്നെ ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അത് നമ്മൾ വായിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിനാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, പറയാൻ സമയം ഉണ്ടായിരുന്നില്ല, തിരക്കായിപ്പോയി, അതുകൊണ്ട് നമ്മൾ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ച്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് വായിക്കാം. ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India's continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector specific actions to reduce emissions intensities over India's 12th, 13th and 4th 5-year plan periods. ഇതൊരിക്കൽ കൂടി വായിക്കാം. India's actions on climate change. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India's Prime Minister on June 8, 2007 at Heilgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aims to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector specific actions to reduce emissions intensities over India's 12th, 30th, 40th 5-year plan periods. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector specific actions to reduce emissions intensities over India's 12th,
12th, 13th, 14th 5-year plan periods. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, and 14th 5-year plan periods. This announcement shows India's resolve. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. India's Prime Minister on June 8, 2007 at Helgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. India's actions on climate change. India's Prime Minister on June 8, 2007 at Helgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. India's actions on climate change. India's Prime Minister on June 8, 2007 at Helgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. ഇനി നമുക്ക് ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രധാനപ്പെട്ട വേർഡ്സും സെന്റൻസ് ഒക്കെ പറയാം. ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. India's Prime Minister on June 8, 2007
India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. For the first sentence, India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ഇന്ത്യ ഈസ് ഡിറ്റർമിൻഡ് ടു സീ ദാറ്റ് ഹെർ പെർ ക്യാപിറ്റ എമിഷൻസ് ലെവൽ വിൽ നെവർ എക്സീഡ് ദ ആവറേജ് പെർ ക്യാപിറ്റ കാർബൺ എമിഷൻസ് ലെവൽ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അടുത്ത സെന്റൻസ് ആയിട്ട് ഇന്ത്യ ഈസ് ഡിറ്റർമിൻഡ് ടു സീ ദാറ്റ് ഹെർ പെർ ക്യാപിറ്റ എമിഷൻസ് ലെവൽ will never exceed the average per capita carbon emissions level of developed countries. പിന്നെ അടുത്ത സെന്റൻസ് ആയിട്ട് in December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. അടുത്ത സെന്റൻസ് ആയിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് in December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. അതൊരിക്കൽ കൂടി പറയണം. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. പിന്നെ ഇനി അടുത്ത പോയിന്റ് ആയിട്ട് this is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. അപ്പോൾ ഈ സെന്റൻസ് ഈ പോയിന്റ്സ് ഒരിക്കൽ കൂടി പറയണം. ദിസ് ഈസ് എ ഫർദർ ആർട്ടിക്കുലേഷൻ ഓഫ് ഇന്ത്യസ് വോളണ്ടറി ഡൊമസ്റ്റിക് കമ്മിറ്റ്മെന്റ് ഈവൻ ത്രൂ ഇറ്റ് ഡസ് നോട്ട് സീ ഇറ്റ് സെൽഫ് എ പാർട്ട് ഓഫ് എനി ഇന്റർനാഷണലി ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ഓൺ എമിഷൻ ഇന്റൻസിറ്റി ടാർഗറ്റ്സ് ആൻഡ് എമിഷൻ റിഡക്ഷൻ ഔട്ട്കംസ്. ഇതൊരിക്കൽ കൂടി പറയണം. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. പിന്നെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് this announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. ലാസ്റ്റ് സെന്റൻസ് ഒരിക്കൽ കൂടി വായിക്കണം. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. നമുക്കിത് ഒരിക്കൽ കൂടി വായിക്കാം. ഇത് നമുക്ക് ഒരിക്കൽ കൂടി പറയാം. India's actions on climate change. India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഒരിക്കൽ കൂടി വായിക്കണം. India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction in per capita emission levels. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് ഇന്ത്യ is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. അപ്പോൾ ഇതും മറന്നു പോകരുത്. പിന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട സെന്റൻസ് ആയിട്ട് in December 2009, India announced that it would aim to reduce the emissions intensity of GDP by 20-25% from 2005 levels by 2020. ഇതും ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് ആയിട്ട് നമുക്ക് ഇതും എടുക്കാം. ഇത് നല്ല സെന്റൻസ് ആണ്, വായിച്ചിട്ട് നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട്. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. ഇതൊരിക്കൽ കൂടി വായിക്കണം. നല്ല വേർഡ്സ് ഒക്കെ ഉണ്ട്. ഇത് മറന്ന് എന്താ പറയുക, ഒരിക്കലും പോകരുത്.
This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of any internationally legally binding agreement on emission intensity targets and emission reduction outcomes. പിന്നെ ഉള്ളത് ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇത് നമുക്ക് പ്രധാനപ്പെട്ട സെൻറ്റൻസ് ആയിട്ട് തന്നെ എടുക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ലാസ്റ്റ് സെൻറ്റൻസ് നമ്മൾ ഇത്തിരി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും ഓർത്ത് വയ്ക്കുക. ദിസ് അനൗൺസ്മെന്റ് ഷോസ് ഇന്ത്യസ് റിസോൾവ് ടു എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഗ്രോത്ത് പ്രോസസ് ഇസ് sustainable and based on low carbon principles. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. അപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് ഒരിക്കൽ കൂടി വായിക്കണം. നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. നല്ല സെൻറ്റൻസ് ആണ്. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. അപ്പോൾ ഇനി നമുക്കിത് വായിച്ചിട്ട് ഇല്ല സെൻറ്റൻസ് പറയാം. നമുക്കില്ല സെൻറ്റൻസ് പറയാം. India's actions on climate change. India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up a self-imposed restraint on energy. India's Prime Minister on June 8, 2007 at Helgendam, Germany, announced that India continues to voluntarily take up a self-imposed restraint on energy consumption and thereby reduction per capita emission levels. ഇതൊരിക്കൽ കൂടി വായിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ് ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ഓൺ ജൂൺ 8, 2007 at Helgendam, Germany announced that India continues to voluntarily take up self-imposed restraint on energy consumption and thereby reduction per capita emission levels. ഇതിൽ ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ഓൺ ജൂൺ 8, 2007 at Helgendam എന്നുള്ളത്, പിന്നെ ജർമ്മനി അനൗൺസ്ഡ് ദാറ്റ് ഇന്ത്യസ് കണ്ടിന്യൂസ് ടു വോളണ്ടറി ടേക്ക് അപ്പ് സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിയന്റ് ഓൺ എനർജി കൺസപ്ഷൻ ആൻഡ് ദെയർബൈ റിഡക്ഷൻ പെർ ക്യാപിറ്റ എമിഷൻ ലെവൽസ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് സെന്റൻസ് തന്നെ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യ ഈസ് ഡിറ്റർമിൻഡ് ടു സീ ദാറ്റ് ഹെർ പെർ ക്യാപിറ്റ എമിഷൻസ് ലെവൽ വിൽ നെവർ എക്സീഡ് ദ ആവറേജ് പെർ ക്യാപിറ്റ കാർബൺ എമിഷൻസ് ലെവൽ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. ഇതിൽ ഇന്ത്യ ഈസ് ഡിറ്റർമിൻഡ് ടു സീ ദാറ്റ് ഹെർ പെർ ക്യാപിറ്റ എമിഷൻ ലെവൽസ് എന്നുള്ളത് വിൽ നെവർ എക്സീഡ് ദ ആവറേജ് പെർ ക്യാപിറ്റ കാർബൺ എമിഷൻസ് ലെവൽ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനി അടുത്തത് ഇൻ ഡിസംബർ 2009 ഇന്ത്യ അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് വുഡ് aim to reduce the emissions intensity of GDP by 20-25% from 2005 levels by 2020. ഇതിൽ in December 2009 എന്നുള്ളത് ഇന്ത്യ അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ് വുഡ് എയിം ടു റെഡ്യൂസ് ദ എമിഷൻസ് ഇന്റൻസിറ്റി ഓഫ് ഇറ്റ്സ് GDP by 20-25% ഫ്രം 2005 ലെവൽസ് ബൈ 2020 എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ദിസ് ഈസ് എ ഫർദർ ആർട്ടിക്കുലേഷൻ ഓഫ് ഇതാണ് നേരത്തെ പ്രധാനപ്പെട്ട സെന്റൻസ് എന്ന് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ദിസ് ഈസ് എ ഫർദർ ആർട്ടിക്കുലേഷൻ ഓഫ് ഇന്ത്യസ് വോളണ്ടറി ഡൊമസ്റ്റിക് കമ്മിറ്റ്മെന്റ് ഈവൻ ത്രൂ ഇറ്റ് ഡസ് നോട്ട് സീ ഇറ്റ് സെൽഫ് എ പാർട്ട് ഓഫ് എനി ഇന്റർനാഷണലി ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് ഓൺ എമിഷൻ ഇന്റൻസിറ്റി ടാർഗറ്റ്സ് ആൻഡ് എമിഷൻ റിഡക്ഷൻ ഔട്ട്കംസ്. ഇതിൽ ദിസ് ഈസ് എ ഫർദർ ആർട്ടിക്കുലേഷൻ ഓഫ് ഇന്ത്യസ് വോളണ്ടറി ഡൊമസ്റ്റിക് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഈവൻ ത്രൂ ഇറ്റ് ഡസ് നോട്ട് സീ ഇറ്റ് സെൽഫ് എ പാർട്ട് ഓഫ് എനി ഇന്റർനാഷണൽ ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ് എന്നുള്ളത്, പിന്നെ ഓൺ എമിഷൻ ഇന്റൻസിറ്റി ടാർഗറ്റ്സ് ആൻഡ് എമിഷൻ റിഡക്ഷൻ ഔട്ട്കംസ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ ഇനി ലാസ്റ്റ് സെന്റൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ലാസ്റ്റ് സെന്റൻസ് വായിക്കാം. ദിസ് അനൗൺസ്മെന്റ് ഷോസ് ഇന്ത്യസ് റിസോൾവ് ടു എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഗ്രോത്ത് പ്രോസസ് ഇസ് സസ്റ്റൈനബിൾ ആൻഡ് ബേസ്ഡ് ഓൺ ലോ കാർബൺ പ്രിൻസിപ്പിൾസ്. ദിസ് ഗോൾ വിൽ റിക്വയർ നെസസറി സെക്ടർ സ്പെസിഫിക് ആക്ഷൻസ് ടു റെഡ്യൂസ് എമിഷൻസ് ഇന്റൻസിറ്റീസ് ഓവർ ഇന്ത്യസ് 12th, 13th, 14th 5-year plan periods. ഒരിക്കൽ കൂടി പറയണം. This announcement shows India's resolve to ensure that its growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. ഈ ലാസ്റ്റ് സെന്റൻസിൽ this announcement shows India's resolve to ensure that its growth process is sustainable എന്നുള്ളത്, പിന്നെ ആൻഡ് ബേസ്ഡ് ഓൺ ലോ കാർബൺ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ദിസ് ഗോൾ വിൽ റിക്വയർ നെസസറി സെക്ടർ സ്പെസിഫിക് ആക്ഷൻസ് ടു റെഡ്യൂസ് എമിഷൻസ് എന്നുള്ളത്,
പിന്നെ ഇൻറ്റൻസിറ്റീസ് ഓവർ ഇന്ത്യസ് 12th 13th 14th 5-year plan പീരിയഡ്സ് എന്നുള്ളത് ഒക്കെ ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൽ വേർഡ്സ് പറയാൻ പ്രധാനപ്പെട്ട. ഈ ലാസ്റ്റ് സെൻറ്റൻസ് എന്തായാലും നല്ല സെൻറ്റൻസ് ആണ്. അപ്പം അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ പ്രധാനപ്പെട്ട വേർഡ്സ് പറയാം. ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ഓൺ June 8, 2007 at Helgendam, Germany announced that India continues to voluntarily take up a self-imposed restraint on energy consumption and thereby reduction in per capita emission levels. India is determined to see that her per capita emissions level will never exceed the average per capita carbon emissions level of developed countries. In December 2009, India announced that it would aim to reduce the emissions intensity of its GDP by 20-25% from 2005 levels by 2020. This is a further articulation of India's voluntary domestic commitment, even though it does not see itself a part of an internationally legally binding agreement on emission intensity targets and emission reduction outcomes. This announcement shows India's resolve to ensure that growth process is sustainable and based on low carbon principles. This goal will require necessary sector-specific actions to reduce emissions intensities over India's 12th, 13th, 14th 5-year plan periods. പിന്നെ പ്രധാനപ്പെട്ട വാക്കുകൾ പറയാം. ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ഓൺ June 8, 2007, പിന്നെ ഹെയിൽജെൻഡാം, ജർമ്മനി, പിന്നെ ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ ഓൺ എനർജി കൺസപ്ഷൻ ആൻഡ് thereby reduction in per capita emission levels. പിന്നെ India is determined per capita emission levels will never exceed the average per capita carbon emissions. പിന്നെ December 2009, India announced that reduce the emissions intensity of GDP by 20-25% from 2005 levels by 2020. പിന്നെ this is a further articulation of India's voluntary domestic commitment. പിന്നെ a part of any internationally legally binding agreement on emission intensity, a part of any internationally legally binding agreement, emission intensity targets and emission reduction outcomes. പിന്നെ this announcement India's resolve to ensure that growth process is sustainable based on low carbon principles. പിന്നെ this goal will require necessary sector specific actions, പിന്നെ reduce emissions intensities, പിന്നെ over India's 12th, 13th and 14th 5-year plan periods. ഇത്രയാണ് പ്രധാനപ്പെട്ട വേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യസ് ആക്ഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട സെൻറ്റൻസും വേർഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ് എന്ന് പറയാനുള്ളത്. നമുക്കത് നോക്കാം. ഇതിപ്പോൾ ലാസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസ് ഒന്നും പറയാനില്ല, കാരണം നമ്മൾ ഒരേപോലെ തന്നെ വായിച്ചു പോയാണ്. കാരണം ആകെ ചെറിയൊരു പാരഗ്രാഫാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിളും ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. നമുക്ക് പറയാം കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ്. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 4-5% over the next 20 years, and emissions would also increase to sustain such a growth in energy consumption. China has seen rapid growth over the last 50 years. China has been rapid growth over the last 50 years, and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid-range for the least developed countries, bracketed LDCs. പിന്നെ emission data for selected nations, bracketed all figures are for the year 2008 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ വായിക്കാം. നമുക്ക് ഇത് വായിക്കാം ആദ്യം. കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ്. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 4-5% over the next 20 years, and emissions would also increase to sustain such a growth in energy consumption. China has been rapid growth over the last 50 years, and CO2 emissions have also grown significantly.
CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid-range for the least developed countries. ബ്രാക്കറ്റിലെ LDCs. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. The developed countries account for two-thirds of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 4 to 5% over the next 20 years, and emissions would also increase to sustain such a growth in energy consumption. China has been rapid growth over the last 50 years, and its CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid-range for the least developed countries, ബ്രാക്കറ്റിൽ LDCs. പിന്നെ ഒരിക്കൽ കൂടി പറയാണ്, the developed countries account for two-thirds of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 4 to 5% over the next 20 years, and emissions would also increase to sustain such a growth in energy consumption. China has seen rapid growth over the last 50 years, and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid-range for the least developed countries, ബ്രാക്കറ്റിൽ LDCs. പിന്നെ ഒരിക്കൽ കൂടി പറയാം, കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ്. The developed countries account for two-thirds of energy consumption and similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years, and emissions would also increase to sustain such a growth in energy consumption. China has seen rapid growth over the last 50 years, and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emissions in India are still in the mid-range for the least developed countries, ബ്രാക്കറ്റിൽ LDCs. ഇനി നമുക്ക് ഈ ടേബിൾ നോക്കാം. ഇനി ടേബിൾ 2.2 എമിഷൻ ഡാറ്റ ഫോർ സെലക്ടഡ് നാഷൻസ്, ബ്രാക്കറ്റിൽ ഓൾ ഫിഗേഴ്സ് ആർ ഫോർ ഇയർ 2008 നോക്കാം. നമുക്ക് ഈ ടേബിൾ നോക്കാം. റീജിയൻ കൺട്രി ചൈന, പോപ്പുലേഷൻ മില്യൺ 1327. പിന്നെ CO2 എമിഷൻസ് ഇൻ empty CO2, ബ്രാക്കറ്റിൽ പെർ ക്യാപിറ്റ CO2 എമിഷൻസ്, ബ്രാക്കറ്റിൽ ടൺസ്. അപ്പം ചൈന പോപ്പുലേഷൻ ഇൻ മില്യണിൽ 1327. പിന്നെ CO2 എമിഷൻസിൽ ഇപ്പം ചൈന 1327, പിന്നെ 6071, പിന്നെ 4.58, പിന്നെ USA 300 to 5769, 19.10, പിന്നെ റഷ്യ 141.8, 1594, 11.24, പിന്നെ ഇന്ത്യ 1123, 1146, 1.18, പിന്നെ ജപ്പാൻ 128, 1236, 9.68, ജർമ്മനി 82, 798, 9.71, UK 61, 523, 8.60. ഇതൊരിക്കൽ കൂടി പറയണം. ചൈന 1327, 6071, 4.58, USA 302, പിന്നെ 5769, 90.10, പിന്നെ റഷ്യ 141.8, 1594, 11.24, പിന്നെ ഇന്ത്യ 1123, 1146, 1.180, പിന്നെ ജപ്പാൻ 128, 1236, 9.68, പിന്നെ ജർമ്മനി 82, 798, 90.71, പിന്നെ UK 61, 523, 8.60. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്. ചൈന 1327,
6071, പിന്നെ 4.58. USA 302 5769 90.10. പിന്നെ റഷ്യ 104 1.8 1594 11.24. ഇന്ത്യ 1123 1146 1.80. ജപ്പാൻ 128 1236 9.68. സോറി, എനിക്ക് ചെറുതായിട്ട് എന്താ പറയാ സൗണ്ട് പോകുന്നുണ്ട്. അപ്പൊ ജപ്പാൻ 128 1236 9.68. പിന്നെ ജർമ്മനി 82 798 9.71. UK 61 523 8.60. അപ്പോൾ ഒരിക്കൽ കൂടി വായിക്കുന്നത് ചൈന 1327 6071 4.58. USA 302 5769 90.10. റഷ്യ 104 1.8 1594 11.24. ഇന്ത്യ 1123 1146 പിന്നെ 1.80. പിന്നെ ജപ്പാൻ 128 1236 9.68. പിന്നെ ജർമ്മനി 82 798 9.71. പിന്നെ UK 61 523 8.60. ഇനി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ് എന്നുള്ളത് പ്രധാനപ്പെട്ട വേർഡ്സ് സെന്റൻസ് ഒക്കെ പറയാം. സോറി, ഈ ഒരു ടേബിളും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് വായിക്കേണ്ടതായിട്ട് വരും. ഞാനത് ശ്രദ്ധിച്ചില്ല. റീജിയൻ, കൺട്രി, പോപ്പുലേഷൻ ബ്രാക്കറ്റിൽ മില്യൺ, CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ MT CO2 പെർ ക്യാപിറ്റൽ CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ ടൺസ്. ഫ്രാൻസ് 64 369 5.81. സൗത്ത് ആഫ്രിക്ക 48 346 7.27. വേൾഡ് 6609 28,962. പിന്നെ 4.38. ഇത് ഒരിക്കൽ കൂടി പറയണം. ഫ്രാൻസ് 64 669 5.81. സൗത്ത് ആഫ്രിക്ക 48 346 7.27. വേൾഡ് 6609 28,962 4.38. പിന്നെ ഫ്രാൻസ് 64 369 5.81. സൗത്ത് ആഫ്രിക്ക 48 346 7.27. വേൾഡ് 6609 28,962 4.38. ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. പുറത്ത് നല്ല മഴയാണ്. ഇനിയിപ്പോ മഴ എന്താ പറയാ കൂടുമോന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണം. ദയവേത് ക്ഷമിക്കുക. കാരണം മഴയുടെ സൗണ്ട് കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണമെന്ന് മനസ്സിലാവില്ല. അല്ലാതെ തന്നെ ഫാൻ്റെ സൗണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇനിയിപ്പോൾ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും എന്താ പറയുക, എപ്പോഴാണ് നമുക്ക് കാലാവസ്ഥ മാറണമെന്ന് പറയാൻ പറ്റില്ല. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയേക്കുന്നതാണ്. എന്തായാലും മഴ കൂടുതലാവണമെങ്കിൽ നമ്മൾ വീഡിയോ നിർത്തേണ്ടതായിട്ട് വരും. എന്തായാലും നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം പറ്റാവുന്ന പോലെ. കാർബൺ ഫുട് പ്രിന്റ് ഓഫ് കൺട്രീസ്. അപ്പൊ നമ്മൾ വിശദീകരിക്കുന്നത് the developed countries account for 2/3 of energy consumption. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. അപ്പോൾ അത് ഒരിക്കൽ കൂടി പറയാണ്. ഫസ്റ്റ് സെൻറ്റൻസ്, the developed countries account for 2/3 of energy consumption. The developed countries account for 2/3 of
energy consumption and a similar level of CO2 emissions. The energy consumption of developing countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. ഇതൊരിക്കൽ കൂടി പറയണം ഫസ്റ്റ് സെന്റൻസ്. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക എന്തായാലും ഫസ്റ്റ് സെൻറ്റൻസ്. പിന്നെ ഇനി അടുത്ത സെൻറ്റൻസ് ആയിട്ട് അടുത്ത പോയിന്റ്സ് ആയിട്ട് ചൈന ഹാസ് ബീൻ റാപ്പിഡ് ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 50 years and its CO2 emissions have also grown significantly. But China has seen rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India, അടുത്ത പോയിന്റ് ആയിട്ട് CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. പിന്നെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് however the per capita energy consumption and emission in India are still in the mid range for the least developed countries ബ്രാക്കറ്റിൽ LDCs. അപ്പോൾ ലാസ്റ്റ് സെന്റൻസ് ഒരിക്കൽ കൂടി വായിക്കണം. China has seen rapid growth for the last 50 years and CO2 emissions have also grown significantly. China has seen rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് however the per capita energy consumption and emission in India are still in the mid range for the least developed countries ബ്രാക്കറ്റിൽ LDCs. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. കാരണം ഇതിപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരുപാടൊന്നും ഇല്ല, കാരണം നിസ്സാരേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ നമുക്കിത് ഒരിക്കൽ കൂടി വിശദീകരിക്കാം. ഇപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ടതൊന്നും പറയാനില്ല, കാരണം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. വളരെ കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് ഒരിക്കൽ കൂടി വായിച്ച് പോയിന്റ്സ് ഒക്കെ പറയാം. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. അപ്പോൾ ഇതൊരിക്കൽ കൂടി വായിക്കണം. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. ഇതാണ് ഫസ്റ്റ് സെന്റൻസ്. ഈ ലാസ്റ്റ് സെന്റൻസ് ആണ് പറയുന്നത് China has seen rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. പിന്നെ ലാസ്റ്റ് സെന്റൻസ് however the per capita energy consumption and emission in India are still in mid range for the last developed countries ബ്രാക്കറ്റിൽ LDCs. ലാസ്റ്റ് സെന്റൻസ് നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. China has seen rapid growth over the last 50 years and its CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid-range for the least developed countries ബ്രാക്കറ്റിൽ LDCs. ഒരിക്കൽ കൂടി വായിക്കുന്നു. China has been rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, per capita energy consumption and emission in India are still in the mid-range for the least developed countries ബ്രാക്കറ്റിൽ LDCs. നമുക്കിത് ഒരിക്കൽ കൂടിയും വായിക്കാം. The developed countries account for 2/3 of energy consumption and similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. ഒരിക്കൽ കൂടി വായിക്കണം. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise
estimated to rise by 40 to 5% over the next 20 years. ഒരിക്കൽ കൂടി വായിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ്, ദ ഡെവലപ്ഡ് കൺട്രീസ് അക്കൗണ്ട് ഫോർ 2/3 of energy consumption. The developed countries account for 2/3 of energy consumption and similar level of CO2 emissions. The developed countries account for 2/3 of energy consumption and similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. അപ്പോൾ ഒരിക്കൽ കൂടി വായിക്കണം. ദ ഡെവലപ്ഡ് കൺട്രീസ് അക്കൗണ്ട് ഫോർ 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. അപ്പോൾ ഒരിക്കൽ കൂടി വായിക്കണം. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, റോട്ടിൽ കൂടെ വണ്ടി എന്താ പറയുക, വാഹനങ്ങൾ പോകുന്ന കാരണം കൊണ്ട് ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം ഭയങ്കര തിരക്കുള്ള സ്ഥലത്താണ് റോഡ് ഇരിക്കുന്നത്. റോഡ് നല്ല തിരക്കേറിയ റോഡാണ്. അപ്പോൾ അത് കാരണം നമുക്ക് വേറെ നിവർത്തിയില്ല. പോരാതിന് മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി വായിക്കണം. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. പിന്നെ ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട്, ചൈന ഹാസ് സീൻ റാപ്പിഡ് ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 50 years and CO2 emissions have also China has been rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, per capita energy consumption and emission in India are still in the mid range for the least developed countries, LDCs. Last sentence ഒരിക്കൽ കൂടി വായിക്കുന്നു. China has seen rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the middle range for the least developed countries, LDCs. ഇനി നമുക്ക് ഇതിലെ സെന്റൻസ് പറയാം. The developed countries account for 2/3 of the energy consumption and a similar level of CO2 emissions എന്നുള്ളതൊക്കെ ഓർത്തു വയ്ക്കുക. പിന്നെ the energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years എന്നുള്ളത്. And emissions would also increase to sustain such a growth in energy consumption എന്നുള്ളത് ഒക്കെ ഓർത്തു വയ്ക്കുക. പിന്നെ China has seen rapid growth over the last 50 years എന്നുള്ളത്. And CO2 emissions have also grown significantly എന്നുള്ളത് ഒക്കെ ഓർത്തു വയ്ക്കുക. പിന്നെ CO2 emissions for India are also growing due to accelerated pace of growth and energy consumption എന്നുള്ളതും ഓർത്തു വയ്ക്കുക. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ്, however, the per capita energy consumption and emission in India are still in the mid range for the least developed countries, LDCs. ഇതിൽ however, the per capita energy consumption എന്നുള്ളത് and emission in India are still in the mid range for the least developed countries, LDCs എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നല്ല സെൻറ്റൻസ് ആണ്, മറന്നു പോകരുത്. നമ്മൾ കുറേ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞല്ല അതിൻ്റെ കാര്യം. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വേർഡ്സ് പറയാം. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The developed countries account for 2/3 of energy consumption and a similar level of CO2 emissions. The energy consumption of developed countries is estimated to rise by 40 to 5% over the next 20 years. And emissions would also increase to sustain such a growth in energy consumption. ഇതിൽ the developed countries account for 2/3 of energy consumption എന്നുള്ളത്, പിന്നെ സിമിലർ ലെവൽ ഓഫ് CO2 എമിഷൻസ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നല്ല വാക്കുകൾ എന്ന് പറയാം.
പിന്നെ the energy consumption of developed countries പിന്നെ estimated to rise by 40 to 5%, പിന്നെ over the next 20 years അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ and emissions പിന്നെ increase to sustain such a growth in energy consumption എന്നുള്ളതൊക്കെ നല്ല വാക്കാണ്, അതൊക്കെ മറന്നു പോകരുത്. പിന്നെ ചൈന ഹാസ് സീൻ റാപ്പിഡ് ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 50 years. അടുത്ത ലാസ്റ്റ് സെൻറ്റൻസ്, ചൈന ഹാസ് seen rapid growth over the last 50 years and CO2 emissions have also grown significantly. CO2 emissions for India are also growing due to accelerated pace of growth and energy consumption. However, the per capita energy consumption and emission in India are still in the mid range for the least developed countries, LDCs. ഇതിൽ ചൈന ഹാസ് സീൻ റാപ്പിഡ് ഗ്രോത്ത് ഓവർ ദ ലാസ്റ്റ് 50 years എന്നുള്ളത്, പിന്നെ CO2 എമിഷൻസ്, പിന്നെ CO2 എമിഷൻസ് ഹാവ് ഓൾസോ ഗ്രോൺ സിഗ്നിഫിക്കൻ്റ്ലി എന്നുള്ളത്, പിന്നെ CO2 എമിഷൻസ് ഫോർ ഇന്ത്യ, പിന്നെ ആക്സിലറേറ്റഡ് പേസ് ഓഫ് ഗ്രോത്ത് ആൻഡ് എനർജി കൺസപ്ഷൻ എന്നുള്ളത്, പിന്നെ പെർ ക്യാപിറ്റ എനർജി കൺസപ്ഷൻ ആൻഡ് എമിഷൻ ഇൻ ഇന്ത്യ എന്നുള്ളത്, പിന്നെ മിഡ് റേഞ്ച് ഫോർ ദ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് LDCs എന്നുള്ള വേർഡ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. അത്രേ ഉള്ളൂ നമുക്കിതിൽ പറയാനുള്ളത്. കാർബൺ ഫുട് പ്രിൻ്റ് ഓഫ് കൺട്രീസ് എന്നുള്ളതിൽ പ്രധാനപ്പെട്ട വേർഡ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടേബിൾ പറയാം. എമിഷൻ ഡാറ്റ ഫോർ സെലക്ടഡ് നാഷൻസ്. ഓൾ ഫിഗേഴ്സ് ആർ ഫോർ ഇയർ 2008. ഞാൻ വെറുതെ വായിച്ചു പോയാണ്, കാരണം നമ്മൾ നേരത്തെ വായിച്ചതാണ്, എന്നാലും ഒരു ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ വായിക്കണം. റീജിയൻ, കൺട്രി, പോപ്പുലേഷൻ ബ്രാക്കറ്റിൽ മില്യൺ, CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ MT CO2, per capita CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ ടൺസ്. ചൈന 1327, 6071, പിന്നെ 4.58, USA 302, 5769, 90.10, പിന്നെ റഷ്യ 141.8, 1594, 11.24, ഇന്ത്യ 1123, 1146, 1.18, പിന്നെ ജപ്പാൻ 128, 1236, 9.68, ജർമ്മനി 82, 798, 9.71, UK 61, 523, 8.60. ഇനി ഒരു ടേബിളും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നെ ഇത് ദ പേഴ്സൺ CCT മാനുവൽ 2030 ബുക്ക് ആയതുകൊണ്ട് തന്നെയാണ് 2080 ടേബിളൊക്കെ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ, കാരണം പുതിയ ബുക്ക് അനുസരിച്ച് ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് പഴയ ബുക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. 2008 ഒന്നും ഇനി ഒരു പ്രാധാന്യം ഇല്ല എന്ന് നമുക്ക് പറയാലോ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് 2023 അല്ലെങ്കിൽ 2020 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിലൊക്കെ ഇരിക്കുള്ളൂ ചിലപ്പോൾ ഇത് ടേബിളൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ബുക്ക് അനുസരിച്ചിരിക്കും, എന്തായാലും ബുക്കിൻ്റെ ഒരു പ്രിന്റിംഗ് ഒക്കെ അനുസരിച്ചിരിക്കും. ഈ ടേബിളും കൂടി നമുക്ക് പറയാം. റീജിയൻ, കൺട്രി, പോപ്പുലേഷൻ, മില്യൺ, CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ MT CO2, പെർ ക്യാപിറ്റ CO2 എമിഷൻസ് ബ്രാക്കറ്റിൽ ടൺസ്. ഫ്രാൻസ് 64, 369, 5.81, സൗത്ത് ആഫ്രിക്ക 48, 346, 7.27, വേൾഡ് 6609, 28,962, 4.38. ഇതൊന്നും ഓർത്ത് വയ്ക്കാനൊന്നുമില്ല, പഠിച്ചിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇതിനൊരു പ്രാധാന്യമില്ല. പക്ഷേ ഈ ബുക്കിൽ നമുക്ക് ചില ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. പുതിയ ബുക്ക് ഉണ്ടായാലേ നമുക്ക് കറക്റ്റായിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ള ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് നമുക്ക് വായിക്കാം. ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ് പറയാനുള്ളത്. ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth, and improving the quality of local environment. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness,
industrial growth and improving the quality of local environment. Improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction cost of implementing the policy. In sectors such as land, water and forest, in sectors such as land, water and forest, livelihood considerations such as income generation and poverty, or alleviation must dominate our policy choice, even if it requires overriding carbon emission concerns. Who bears the burden and whether it is equitably distributed need to be examined and considered explicitly during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have an attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth, and improving the quality of local environment. Improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction cost of implementing the policy. In sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation must dominate our policy choice, even if it requires overriding carbon emission concerns. Who bears the burden and whether it is equitably distributed need to be examined and considered explicitly during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth should suggest options that meet the objective of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, or also the policy measures that will help overcome them. The low carbon strategy should identify the barriers to adoption of these options, are also the policy measures that will help overcome them. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കണം. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth, and improving the quality of local environment. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth, and improving the quality of local environment. Improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and
transaction cost of implementing the policy. In sectors such as land, water and forest, livelihood considerations such as income generation and poverty elevation must dominate your policy choice, even if it requires overriding carbon emission concerns. Who bears the burden and whether it is equitably distributed needed to be examined and considered explicitly during the formulation, explicitly during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms. Yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. A low carbon strategy for inclusive growth should suggest options that meet the objective of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. Improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction cost of implementing the policy. In sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation must dominate your policy choice, even if it requires overriding carbon emission concerns. Who bears the burden and whether it is equitably distributed need to be examined and considered explicitly during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth. A low carbon strategy for inclusive growth should suggest options that meet the objective of inclusive growth in low carbon ways. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms. Yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. A low carbon strategy for inclusive growth should suggest options that meet the objective inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms. Yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. ഇനി ഒരിക്കൽ ലാസ്റ്റായിട്ട് ഒരിക്കൽ കൂടി വായിക്കണം. Low carbon inclusive growth. India's approach to low carbon inclusive growth recognizes that policies for climate mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth, and improving the quality of local environment. Improving quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction cost of implementing the policy. In sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation must dominate our policy choice, even if it requires overriding carbon emission concerns. Who bears the burden and whether it is equitably distributed need to be examined and considered explicitly
during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth should suggest options that meet the objective of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. ഇനി നമുക്കിത് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പ്രധാനപ്പെട്ട സെന്റൻസും വേർഡ്സ് ഒക്കെ പറയാം. Low carbon inclusive growth. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. First sentence ഒരിക്കൽ കൂടി വായിക്കണം. India's approach to low carbon inclusive growth. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഗോസ് ബേൺഡ് സിമ്പിൾ പോവർട്ടി അലിവേഷൻ. പിന്നെ അടുത്ത സെന്റൻസ് ആയിട്ട് ലോ കാർബൺ പോളിസീസ് അതൊന്നുകൂടി വായിക്കുന്നത്. ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഗോസ് ബേൺഡ് സിമ്പിൾ പോവർട്ടി അലിവേഷൻ. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ലോ കാർബൺ പോളിസീസ് ദാറ്റ് ആർ ഇൻക്ലൂസീവ് നീഡ് ടു ബി ഡിഫറൻഷിയേറ്റഡ് അക്രോസ് സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ നാഷണൽ പ്രയോറിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റസ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ പോളിസി. അപ്പോൾ അടുത്ത പോയിന്റ് ആയിട്ട് ലോ കാർബൺ പോളിസീസ് ദാറ്റ് ആർ ഇൻക്ലൂസീവ് നീഡ് ടു ബി ഡിഫറൻഷിയേറ്റഡ് അക്രോസ് സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ നാഷണൽ പ്രയോറിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ പോളിസി. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ഇൻ സെക്ടേഴ്സ് സച്ച് എസ് ലാൻഡ്, വാട്ടർ ആൻഡ് ഫോറസ്റ്റ്, ലീവ്ലിഹുഡ് കൺസിഡറേഷൻ സച്ച് എസ് ഇൻകം ജനറേഷൻ ആൻഡ് പോവർട്ടി അലിവേഷൻ മസ്റ്റ് ഡോമിനേറ്റ് അവർ പോളിസി ചോയ്സ് ഈവൺ ഇഫ് ഇറ്റ് റെക്യൂസ് ഓവർ റൈഡിങ് കാർബൺ എമിഷൻ കൺസേൺസ്. ഒന്നുകൂടി വായിക്കണം അടുത്ത പോയിന്റ്. ഇൻ സെക്ടേഴ്സ് സച്ച് എസ് ലാൻഡ്, വാട്ടർ ആൻഡ് ഫോറസ്റ്റ്, livelihood considerations such as income generation and poverty alleviation must dominate our policy choice even if it requires overriding carbon emission concerns. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് ഹു ബെയർസ് ദ ബർഡൻ ആൻഡ് വെദർ ഇറ്റ് ഈസ് ഈക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ടഡ് നീഡ് ടു ബി എക്സാമിനഡ് ആൻഡ് കൺസിഡേർഡ് എക്സ്പ്ലിസിറ്റ്ലി ഡ്യൂറിംഗ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ കാർബൺ സ്ട്രാറ്റജീസ്. അടുത്ത പോയിന്റ് ആയിട്ട് ഹു ബെയർസ് ദ ബർഡൻ ആൻഡ് വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ടഡ് നീഡ് ടു ബി എക്സാമിനഡ് ആൻഡ് കൺസിഡേർഡ് explicitly during the formulation and implementation of low carbon strategies. ഇനി ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് എ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഷുഡ് സജസ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻ ലോ കാർബൺ വേസ്. ലാസ്റ്റ് സെന്റൻസ് ഒരിക്കൽ കൂടി പറയണേ. എ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഷുഡ് സജസ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻ ലോ കാർബൺ വേസ്. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് മെനി ലോ കാർബൺ ഓപ്ഷൻസ് ഹാവ് അട്രാക്റ്റീവ് പേ ബാക്ക് പീരിയഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ്. ഈ പോയിന്റ് ഒരിക്കൽ കൂടി വായിക്കുന്നു. മെനി ലോ കാർബൺ ഓപ്ഷൻസ് ഹാവ് അട്രാക്റ്റീവ് പേ ബാക്ക് പീരിയഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ്. പിന്നെ ഇനി അടുത്ത സെന്റൻസ് ആയിട്ട് യെറ്റ് ദീസ് ആർ നോട്ട് അഡോപ്റ്റഡ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ് ദ ലോ കാർബൺ സ്ട്രാറ്റജി ഷുഡ് ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് ടു അഡോപ്ഷൻ ഓഫ് ദീസ് ഓപ്ഷൻസ് ആസ് ഓൾസോ ദ പോളിസി മെഷേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ഓവർകം ദം. പിന്നെ അടുത്ത സെന്റൻസ് ആയിട്ട് അടുത്ത പോയിന്റ്സ് ആയിട്ട് യെറ്റ് ദീസ് ആർ നോട്ട് അഡോപ്റ്റഡ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ് ദ ലോ കാർബൺ സ്ട്രാറ്റജി ഷുഡ് ഐഡന്റിഫൈ ദ ബാരിയേഴ്സ് ടു അഡോപ്ഷൻ ഓഫ് ദിസ് ഓപ്ഷൻസ് ആസ് ഓൾസോ ദ പോളിസി മെഷേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ഓവർകം ദം. ഇനി നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്. India's approach to low carbon inclusive growth recognizes that policies for climate change mitigation differentially affect the objectives of development.
These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. അതൊരിക്കൽ കൂടി വായിക്കണം. ഫസ്റ്റ് സെൻറ്റൻസ്, ഇന്ത്യസ് അപ്രോച്ച് ടു ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് against that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക, ഓർത്ത് വയ്ക്കുക. പിന്നെ ഞാൻ അടുത്ത പ്രധാനപ്പെട്ട സെൻറ്റൻസ് ആയിട്ട്, ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഗോസ് ബേൺഡ് സിമ്പിൾ പോവർട്ടി അലിവേഷൻ. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction cost of implementing the policy. ഈ സെൻറ്റൻസും പ്രധാനപ്പെട്ടാണ്, ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സെൻറ്റൻസ് ആയിട്ട്, in sectors such as land, water and forest, livelihood considerations, in sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation must dominate your policy choice, even if it requires overriding carbon emission concerns. ഈ സെൻറ്റൻസും ഓർത്ത് വയ്ക്കാം. പിന്നെ ഇനി അടുത്ത പ്രധാനപ്പെട്ട സെൻറ്റൻസ് ആയിട്ട്, ഹൂ ബെയർ ദ ബേർഡൻ ആൻഡ് വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ടഡ് നീഡ് ടു ബി എക്സാമിൻഡ് ആൻഡ് കൺസിഡേർഡ് explicitly during the formulation and implementation of low carbon strategies. ഇതും നല്ല പോയിന്റ്സ് ആണ്, ഒരിക്കലും മറന്നു പോകരുത്. പിന്നെ ഇനി ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട്, എ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options, as also the policy measures that will help overcome them. ലാസ്റ്റ് സെൻറ്റൻസ് ഒരിക്കൽ കൂടി വായിക്കുന്നത്, എ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഷുഡ് സജസ്റ്റ് ഓപ്ഷൻസ് ദാറ്റ് മീറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇൻ ലോ കാർബൺ വേസ്. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoptions of these options, as also the policy measures that will help overcome them. ഇതും ഈ ലാസ്റ്റ് സെൻറ്റൻസും ഓർത്ത് വയ്ക്കുക, മറന്നു പോകരുത്. പ്രധാനപ്പെട്ടത് തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ് സെൻറ്റൻസ് ലാസ്റ്റ് സെൻറ്റൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇത് ഇത്രയൊക്കെ ഉണ്ട്, എല്ലാവരും ഒരേപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമുക്കിത് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. India's approach to low carbon inclusive growth against that policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. ഒരിക്കൽ കൂടി വായിക്കണം. ഇന്ത്യസ് അപ്രോച്ച് ടു ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് അഗെയിൻസ്റ്റ് ദാറ്റ് policies for climate change mitigation differentially affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment. ഇതിൽ ഇന്ത്യസ് അപ്രോച്ച് ടു ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് അഗെയിൻസ്റ്റ് ദാറ്റ് പോളിസീസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ എന്നുള്ളത്, പിന്നെ ഡിഫറൻഷിയേറ്റ്ലി എഫക്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. These objectives include poverty alleviation, improvement in quality of life, distribution justice, job creation, competitiveness, industrial growth, and improving the quality of local environment എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. പിന്നെ ഇനി അടുത്തത്, improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction costs of implementing the policy. ഇതില് ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഗോസ് ബേൺഡ് സിമ്പിൾ പോവർട്ടി അലിവേഷൻ എന്നുള്ളത്, പിന്നെ ലോ കാർബൺ പോളിസീസ് ദാറ്റ് ആർ ഇൻക്ലൂസീവ് നീഡ് ടു ബി ഡിഫറൻഷിയേറ്റഡ് അക്രോസ് സെക്ടേഴ്സ് ബേസ്ഡ് ഓൺ നാഷണൽ പ്രയോറിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ പോളിസി എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ
അടുത്തത് ഇൻ സെക്ടേഴ്സ് സച്ച് as ലാൻഡ്, വാട്ടർ ആൻഡ് ഫോറസ്റ്റ്, livelihood consideration such as income generation and poverty alleviation must dominate your policy choice even if it reduces overriding carbon emission concerns. ഇതിൽ in sectors such as land, water and forest, livelihood consideration such as income generation and poverty alleviation must dominate your policy choice എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ even if it reduces overriding carbon emission concerns എന്നുള്ളതും even if it reduces overriding carbon emission concerns എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. പിന്നെ who bears the burden and whether it is equitably distributed need to be examined and considered explicitly during the formulation and implementation of low carbon strategies. ഇതിൽ who bear the burden and whether it is equitably distributed എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ need to be examined and considered explicitly during the formulation and implementation of low carbon strategies എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അതൊക്കെ നല്ല സെൻറ്റൻസ് ആണ്, മറന്നു പോകരുത്. പിന്നെ ഇനി ലാസ്റ്റ് സെൻറ്റൻസ്, a low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options as also the policy measures that will help overcome them. Last sentence ഒരിക്കൽ കൂടി വായിക്കണേ. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options as also the policy measures that will help overcome them. ഇതിൽ a low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways എന്നുള്ളത്. പിന്നെ many low carbon options have attractive payback period for individuals and firms എന്നുള്ളതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ yet these are not adopted for variety of reasons എന്നുള്ളതും ഓർക്കുക. പിന്നെ ലാസ്റ്റ് സെൻറ്റൻസ്, the low carbon strategy should identify the barriers to adoption of these options എന്നുള്ളത് as also the policy measures that will help overcome എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഈ സെൻറ്റൻസ് ഒന്നും മറന്നു പോകരുത്. ഇനി നമുക്കിത് വായിച്ചിട്ട് പ്രധാനപ്പെട്ട വേർഡ്സ് പറയാം. ഞാൻ ഒരിക്കൽ കൂടി വായിക്കണം, എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വേർഡ്സ് പറയാം. ഇന്ത്യസ് low carbon inclusive growth. India's approach to low carbon inclusive growth recognize that policies for climate change mitigation. India's approach to low carbon inclusive growth recognize that policies for climate change mitigation differentiately affect the objectives of development. These objectives include poverty alleviation, improvement in quality of life, distributional justice, job creation, competitiveness, industrial growth and improving the quality of local environment. Improvement in quality of life goes beyond simple poverty alleviation. Low carbon policies that are inclusive need to be differentiated across sectors based on national priorities and transaction costs of implementing the policy. In sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation must dominate our policy choice even if it reduces overriding carbon emission concerns. Who bears the burden and whether it is equitably distributed need to be examined and considered explicitly during the formulation and implementation of low carbon strategies. A low carbon strategy for inclusive growth should suggest options that meet the objectives of inclusive growth in low carbon ways. Many low carbon options have attractive payback period for individuals and firms, yet these are not adopted for a variety of reasons. The low carbon strategy should identify the barriers to adoption of these options as also the policy measures that will help overcome them. നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട വേർഡ്സ് നോക്കാം. ഇന്ത്യസ് അപ്രോച്ച് ടു ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത്, പിന്നെ പോളിസീസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, പിന്നെ എഫക്റ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, പിന്നെ പോവർട്ടി അലിവേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റിസ്, ജോബ് ക്രിയേഷൻ, കോമ്പറ്റീവ്നെസ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലോക്കൽ
പിന്നെ സിമ്പിൾ പോവർട്ടി അലിവേഷൻ എന്നുള്ളത് പിന്നെ ലോ കാർബൺ പോളിസീസ്, പിന്നെ ഡിഫറൻഷിയേറ്റ് അക്രോസ് സെക്ടേഴ്സ്, പിന്നെ നാഷണൽ പ്രയോറിറ്റീസ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ പോളിസി, പിന്നെ such as land in sectors such as land, water and forest, livelihood considerations such as income generation and poverty alleviation, പിന്നെ മസ്റ്റ് ഡോമിനേറ്റ് ഓർ പോളിസി ചോയ്സ്, പിന്നെ ഓവർ റൈഡിങ് കാർബൺ എമിഷൻ കൺസേൺസ്, പിന്നെ ബെയർ ദ ബേർഡൻ ആൻഡ് വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ടഡ്, നീഡ് ടു ബി എക്സാമിനഡ് ആൻഡ് കൺസിഡേർഡ്, പിന്നെ എക്സ്പ്ലിസിറ്റ്ലി ഡ്യൂറിങ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ കാർബൺ സ്ട്രാറ്റജീസ്, പിന്നെ ലാസ്റ്റ് സെന്റൻസിൽ എ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, പിന്നെ സജസ്റ്റ് ഓപ്ഷൻസ് that meet the objectives of inclusive growth in low carbon ways. പിന്നെ ലാസ്റ്റ് സെന്റൻസിൽ മെനി ലോ കാർബൺ ഓപ്ഷൻസ് എന്നുള്ളത്, പിന്നെ മെനി ലോ കാർബൺ ഓപ്ഷൻസ് എന്നുള്ളത്, പിന്നെ അട്രാക്റ്റീവ് പേ ബാക്ക് പീരിയഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് എന്നുള്ളത്, പിന്നെ വെറൈറ്റി ഓഫ് അഡോപ്റ്റഡ് ഫോർ ആർ നോട്ട് അഡോപ്റ്റഡ് ഫോർ വെറൈറ്റി ഓഫ് റീസൺസ് എന്നുള്ളത്, പിന്നെ ലാസ്റ്റ് സെന്റൻസ് തന്നെ പോളിസി മെഷേഴ്സ്. അങ്ങനെ എല്ലാം നല്ല വേർഡ്സ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി പറയണ്ട, ലാസ്റ്റ് കുറച്ച് ഭാഗം വെദർ ഇറ്റ് ഈസ് ഇക്വിറ്റബിളി ഡിസ്ട്രിബ്യൂട്ടഡ്, പിന്നെ അതുപോലെ തന്നെ നീഡ് ടു ബി എക്സാമിനഡ് ആൻഡ് കൺസിഡേർഡ്, പിന്നെ എക്സ്പ്ലിസിറ്റ്ലി ഡ്യൂറിങ് ദ ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ കാർബൺ സ്ട്രാറ്റജീസ്, പിന്നെ ലോ കാർബൺ സ്ട്രാറ്റജി ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത്, പിന്നെ സജസ്റ്റ് ഓപ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത്, ലോ കാർബൺ ബേസ്, ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി, അതുകൊണ്ടാണ് ചില ഭാഗത്ത്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്. പിന്നെ മെനി ലോ കാർബൺ ഓപ്ഷൻസ് എന്നുള്ളത്, പിന്നെ അട്രാക്റ്റീവ് പേ ബാക്ക് പീരിയഡ് ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് എന്നുള്ളത്, പിന്നെ യെറ്റ് ദീസ് ആർ നോട്ട് അഡോപ്റ്റഡ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺസ്, പിന്നെ the low carbon strategy should identify the barriers എന്നുള്ളത്, പിന്നെ adoption of these options, പിന്നെ policy measures that will help overcome them. അതൊക്കെ ഓർത്ത് വയ്ക്കുക, നല്ല വേർഡ്സ് തന്നെ നമുക്ക് പറയാം. ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്തിൽ പ്രധാനപ്പെട്ട വേർഡ്സ് പറയാന്ന് വെച്ചപ്പോൾ സെന്റൻസ് പറയേണ്ട അവസ്ഥയായി, കാരണം അത്രയും എല്ലാവരും പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മൾ വായിക്കുന്നത് മൊത്തം. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വായിച്ചു പോയത്. ഒരു വേർഡ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സെന്റൻസ് ആയിട്ട് പറയേണ്ടി വന്നു. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന ലോ കാർബൺ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ. ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ പറയാം. യൂസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആസ് ഫ്യൂവൽ, ഫുഡ് ആൻഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ഹൗസ് ഹോൾഡ് ഫിക്സേഴ്സ് ആൻഡ് ഫർണിച്ചർ ഈസ് ഓൾസോ use of national mission for a green India. Use of forest products as use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Forestry assumes added significance as investment in the sectors doubly affects the reduction in emission intensity (EI), 1 by increase in the forest carbon sink and 2 by increase in the GDP. Forestry sector positively influences the numerator as well as the denominator of the EI. In India, use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Forestry assumes added significance as investment in the sector doubly affects the reduction in emission intensity (EI), 1 by increase in the forest carbon sink and 2 by increase in the GDP. Forestry sector positively
influence the numerator as well as denominator of the EI. India is in the process of finalizing a national mission for a green India as one of the 80 missions under its National Action Plan on Climate Change (NAPCC). Forest and free vegetation play an important role in the mitigation of climate change by absorbing CO2 from atmosphere and turning into biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil. The mission puts greening in the context of climate. Change adoption and mitigation mean to enhance ecosystem service like carbon sequestration and storage, hydrological services and biodiversity, along with provisioning service like the mission puts greening in the context of climate change adoption and mitigation mean to enhance ecosystem service like carbon sequestration and storage, hydrological services and biodiversity, along with provisioning service like fuel, fodder, small timber and NNTPS, etc. The mission aims at addressing climate change by enhancing carbon sinks in sustainable managed forest and other ecosystems. B. Enhancing the resilience and ability of vulnerable species ecosystem to adapt to the changing climate, and C. Enabling the adoption of forest dependent local communities in the face of climatic variability. This mission is going to provide an overarching framework for forestry activities in order to address climate change. The fluence that the forestry sectors has an environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water and retention and percolation and reduces surface runoff, leading to improved water and food security. It facilitates biodiversity conservation and provides livelihood to forest dependent communities. This mission is going to provide an overarching framework for forestry activities in order to address climate change. The influence that the forestry sector has an environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. It facilitates biodiversity conservation and provides livelihood to forest dependent communities. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Forest assumes added significance as investment in the sector doubly affects the reduction in emission intensity (EI). 1 by increasing the forest carbon sink and 2 by increasing the GDP. Forestry sector positively influences the numerator as well as the denominator of the EI. India is in the process of finalizing a national mission for a green India as one of the 8 missions under its National Action Plan on Climate Change (NAPCC). Forest and tree vegetation play an important role in the as one of the 8 missions under its National Action Plan on Climate Change (NAPCC). Forest and tree vegetation play an important role in the mitigation of climate change by absorbing CO2 from atmosphere and turning it into biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil. As one of the 8 missions under the National Action Plan on Climate Change (NAPCC),
forest and tree vegetation play an important role in the mitigation on climate change by absorbing CO2 from atmosphere and turning it into biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil. The mission puts greening in the context of climate change adoption and mitigation, mean to enhance ecosystem services like carbon sequestration and storage, hydrological services and biodiversity, along with provisioning services like fuel, fodder, small timber and NNTPs, etc. The mission aims at addressing climate change by enhancing carbon sinks in sustainable managed forest and other ecosystems. B. Enhancing the resilience and ability of vulnerable species ecosystem to adapt to the changing climate and enabling adoption of forest dependent local communities in the face of climate variability. Last, this mission is going to provide an overarching framework for forestry activities in order to address climate change. The influence as the forestry sector has an environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. It facilitates biodiversity conservation and provides livelihood to forest-dependent communities. ഇതൊരിക്കൽ കൂടി വായിക്കണം. നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Forestry assumes added significance as investment in this sector doubly affects the reduction in emission intensity (EI), 1 by increasing the forest carbon sink and 2 by increasing the GDP. Forestry sector positively influences the numerator as well as the denominator of the EI. India is in the process of finalizing a national mission for a green India. India is in the process of finalizing a national mission for a green India as one of the 8 missions under its National Action Plan on Climate Change (NAPCC). Forest and tree vegetation play an important role in the mitigation of climate change by absorbing CO2 from atmosphere and turning it into biomass comprising microbes, herbs, shrubs, climbers and from atmosphere and turning it into biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil. The mission puts greening in the context of climate change adoption and mitigation, mean to enhance ecosystem services like carbon sequestration and storage, hydrological services and biodiversity, along with the provisioning services like fuel, fodder, small timber and NNTPs, etc. The mission aims at addressing climate change by A. Enhancing carbon sinks in a sustainable managed forest and other ecosystems. B. Enhanced the resilience and ability of vulnerable ecosystem to adapt to the changing climate, and C. Enabling adoption of forest dependent local communities in the face of climate variability. This mission is going to provide an overarching framework for forestry activities in order to address climate change. The influence that the forestry sector has an environmental amelioration and inclusive development. The influence that the forestry sector has an environmental amelioration and inclusive development. It helps the climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. It facilitates biodiversity conservation and provides livelihood to forest-dependent communities. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Use of forest products as fuels, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation service provided by forest.
forestry assumes added significance as investment in the sector probably affect the forestry assumes added significance as investment in the sector doubly affect the reduction in emission intensity bracket EI 1 by increasing the forest carbon sink and 2 by increasing the GDP. Use of forest products as fuel wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation services provided by forestry. Forestry assumes added significance as investment in the sector doubly affects the reduction in emission intensity bracket EI 1 by increasing the forest carbon sink and 2 by increasing the GDP. Forestry sector positively influences the numerator as well as the denominator of the EI. India is in the process of finalizing the National Mission for a Green India. India is in the process of finalizing the National Mission for a Green India as one of the 8 missions under its National Action Plan on Climate Change bracket NAPCC. Forest and tree vegetation play an important role in mitigation of the mitigation of climate change by absorbing CO2 from atmosphere and during it to biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil. The mission puts greening in the context of climate change adoption and mitigation, meant to enhance ecosystem service like carbon sequestration and storage, hydrological services and biodiversity, along with the provisioning service like fuel, fodder, small timber and NNTPs etc. The mission aims at addressing climate change by enhancing carbon sinks in sustainable managed forest and other ecosystems, b enhancing the resilience and ability of vulnerable species ecosystem to adapt to the changing climate and sea, enabling adoption of forest dependent local communities in the face of climatic variability. C. Enabling adoption of forest dependent local communities in the face of climatic variability. This mission is going to provide an overarching framework for forestry activities in order to address climate change. The influence that the forestry sector has an environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. To facilitate biodiversity conservation and provides livelihood to forest dependent communities. National Mission for a Green India. Use of forest products as fuel, wood and in manufacture of household fixtures. Use of National Mission for a Green India. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation services provided by forestry. Forestry assumes added significance as investment in the sector doubly affect the reduction in emission intensity bracket EI 1 by increasing the forest carbon sink and 2 by increasing the GDP. Use of forest products as fuel, wood and in manufacture of household fixtures and furniture is also capable of enhancing the mitigation services provided by forestry. Forestry assumes added significance as investment in the sector doubly affect the reduction in emission intensity bracket EI 1 by increasing the forest carbon sink and 2 by increasing the GDP. Forestry sector positively influences the numerator as well as the denominator of the EI. India is in the process of finalizing the National Mission for a Green India as one of the 8 missions under its National Action Plan on Climate Change bracket NAPCC. Forest and tree vegetation play an important role in the mitigation of climate change by absorbing CO2 from atmosphere and turning it into biomass comprising microbes, herbs, shrubs, climbers and trees. Carbon is stored above ground in biomass and underground in biomass and soil.
The mission puts greening in the context of climate change adoption and mitigation, mean to enhance ecosystem service like carbon sequestration and storage, hydrological services and biodiversity, along with provisioning services like fuel. The mission puts greening in the context of climate change adoption and mitigation, mean to enhance the ecosystem service like carbon sequestration and storage, hydrological services and biodiversity, along with provisioning service like fuel, fodder, small timber and NNTPs, etc. The mission aims at addressing climate change by enhancing the carbon sinks in sustainable managed forest and other ecosystems. B. Enhanced the resilience and ability of vulnerable species ecosystem to adapt to the changing climate, and C. Enabling adoption of forest-dependent local communities in the face of enabling adoption of forest-dependent local communities in the face of climate variability. See, this mission is going to provide an overarching framework for forestry activities in order to address climate change. The influence that the forestry sector has on environmental amelioration. The influence that the forestry sector has on environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. To facilitate biodiversity conservation and provides livelihood to forest-dependent communities. This mission is going to provide an overarching framework. This mission is going to provide an overarching framework for forestry activities in order to address climate change. The influence that the forestry sector has on environmental amelioration and inclusive development. It helps climate mitigation through sequestration. It increases water retention and percolation and reduces surface runoff, leading to improved water and food security. It facilitates biodiversity conservation and provides livelihood to forest-dependent communities. അപ്പോൾ നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. കാരണം നമുക്ക് ഈ വീഡിയോയിൽ സമയമില്ല. സമയമൊക്കെ നമ്മുടെ മൈക്കിലെ ചാർജ് തീരാറായി. അത് കാരണം കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ. പിന്നെ അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള സിക്വസ്ട്രേഷൻ ആൻഡ് എമിഷൻ ന്യൂട്രലൈസേഷൻ, പിന്നെ മിഷൻ ഒബ്ജക്റ്റീവ്സ്, മിഷൻ ടാർഗറ്റ് ഔട്ട്പുട്ട്സ്, പിന്നെ കീ എലമെന്റ്സ് ഓഫ് മിഷൻ സ്ട്രാറ്റജി, പിന്നെ ഇന്ത്യ CO2 എമിഷൻ സിറ്റുവേഷൻ. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞതിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥത്തോട് ക്ഷമ ചോദിക്കണം. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ വാഹനങ്ങളുടെ ഭയങ്കര സൗണ്ട് ഉണ്ട്. അതിനെനിക്ക് ക്ഷമ ചോദിക്കാനേ പറ്റുള്ളൂ നിങ്ങളോട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ഒരു അവസ്ഥ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ ഭയങ്കര നമ്മൾ പുറത്താണ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നുണ്ട് വാഹനങ്ങളിലെ സൗണ്ട് ഉള്ളതുകൊണ്ട്. കാരണം ഭയങ്കര തിരക്കാണ് ഈ സമയത്തൊക്കെ റോട്ടിൽ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ബുദ്ധിമുട്ടെന്നല്ല, നമ്മൾ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പം പിന്നെ ഏതെങ്കിലും ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് എന്നോട് ക്ഷമിക്കുക. എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ പറയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് കുറേ സ്ഥലത്തൊക്കെ. അതും നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിക്കാൻ ഞാനത് പറഞ്ഞു പോകും. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നിങ്ങൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളെ കൊണ്ട് ഇത്രയും രീതിയിലെ ക്ലാസ് എടുത്ത് പോകാൻ പറ്റുള്ളൂ. ഇതിനും വലിയൊരു ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കില്ല. അപ്പം അത്ര നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ വീഡിയോയിൽ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞേനെ. പിന്നെ ചിലപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഹകരിക്കുക എന്നോട്. അത്രേ പറയാനുള്ളൂ നമുക്ക്. അപ്പോൾ ക്ലാസ്സിനൊക്കെ നിങ്ങൾ ഭയങ്കര സ്റ്റാൻഡേർഡൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയണം. പറ്റാവുന്ന പോലെ ഞാൻ പറഞ്ഞല്ല, നേരത്തെ പറഞ്ഞ പോലെ പറ്റാവുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരമാവധി. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് ക്ലാസ്സൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ്.
ഈ പറഞ്ഞ പോലെ തന്നെ CSIT-യുടെ വേറെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതും കണ്ടു നോക്കണം. നമ്മൾക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഒരു വീഡിയോ എടുക്കുക, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അത്ര നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പം അടുത്ത ചാപ്റ്റർ ഇനി ബയോഡൈവേഴ്സിറ്റിയാണ്. ചാപ്റ്റർ 3 CSIT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ദ പേഴ്സൺ CSIT മാനുവൽ 2030 സിലബസ് പ്രകാരം. ഇത് നമ്മൾ എന്തായാലും പെട്ടെന്നൊന്നും എത്തില്ല, സമയം എടുക്കുക എന്തായാലും. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമ്മൾ പറയണം, ക്യാമറയുടെ ക്ലാരിറ്റി പരമാവധി നമ്മൾ ക്ലാരിറ്റി തന്നെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ആകുന്നുള്ളൂ. അപ്പോൾ ആ ക്ലാരിറ്റി നിങ്ങൾ ദയവേത് മനസ്സിലാക്കണം, ക്ലാരിറ്റിയുടെ ഒരു അവസ്ഥ. കാരണം മൊബൈല് ഒന്നാമത്തെ കാര്യം ഭയങ്കര റേറ്റ് കൂടിയ മൊബൈലല്ല. അപ്പം നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊന്ന് ദയവേത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതെടുത്തു പറയണമെന്ന് വെച്ചാൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാര്യമില്ല വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് നമുക്കത് പ്രാധാന്യം കൊടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പം നല്ലൊരു CSIT എക്സാം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നല്ലൊരു വിജയകരമായിട്ടുള്ള CSIT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.